കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ആരംഭിച്ചു. ഞായർ, തിങ്കൾ ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുന്നത്. തിരൂർ ബിയാൻകോ കാസ്റ്റലിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം BKC ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ റസാഖ് ഉദ്ഘാടനം ചെയ്തു. അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിലേക്ക് അവർ കടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്റ്റുഡിയോ പോലെയുള്ള സ്ഥാപനങ്ങളിൽ പോകുന്നു, അവിടെ പർച്ചേസ് ചെയ്യുന്നു. എന്താണ്, നമ്മൾ മറ്റു കടയിൽ പോയി പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും വില കുറഞ്ഞ സാധനം പുതിയ ഫാഷനിൽ അവർക്ക് ലഭിക്കുന്നു. ഇപ്പൊ ഈ ഒരു കാഴ്ചപ്പാട് എല്ലാ കൺസ്യൂമറിനെയും ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ പിടിക്കുന്നുണ്ട് എന്നുള്ളത്. ഈ മാറ്റം നമ്മൾ കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ ബിസിനസ്, ഇപ്പൊ നേരത്തെ പറഞ്ഞു 1000 കോടിയിലധികം ടേൺ ഓവർ ഉള്ള ബിസിനസ്, അതിനേക്കാളും വലുതായിട്ട് ഞാൻ കാണുന്നത് നിങ്ങളുടെ 32,000 വരുന്ന നിങ്ങളുടെ ആ ഒരു നെറ്റ്വർക്കാണ്. ആ നെറ്റ്വർക്ക് പുതിയ എന്തൊക്കെ കാര്യങ്ങളിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ 1-2 കാര്യം ഞാൻ മിസ്സായിട്ടുണ്ട് എന്ന് തോന്നുന്നു. നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പ്രധാന മേഖലയാണ് ആരോഗ്യരംഗം. ഈ ആരോഗ്യരംഗത്തേക്ക് ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ചർച്ച നടത്തി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വലിയ, കാരണം ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല കേരളത്തിന്റെ ആരോഗ്യരംഗത്തിന്റെ ആ കോണ്ടം എന്ന് പറയുന്നത്. അപ്പൊ അത് സാധാരണക്കാരന് വില കുറഞ്ഞ അല്ലെങ്കിൽ കുറഞ്ഞ നിരക്കിൽ ഈ വൈദ്യ സേവനം കിട്ടുന്ന രൂപത്തിലേക്ക് ഇതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. നമുക്കറിയാം, നേരത്തെ കോവിഡ് കാലത്ത് ടെലിമെഡിസിനും മറ്റുള്ള ടെലികോളിംഗ് വഴിയുള്ള ആരോഗ്യ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എങ്ങനെ ഈ ഒരു നിങ്ങളുടെ സംവിധാനങ്ങൾ വെച്ച് എങ്ങനെ ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. 300ഓളം പേരാണ് പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 14 ജില്ലകളിലെയും കേബിൾ TV ഓപ്പറേറ്റർമാരും കുടുംബാംഗങ്ങളും അടങ്ങുന്ന സംഘം പ്രത്യേക ബാനറിനു കീഴിൽ അണിനിരന്ന വാദ്യമേളങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ, നാടൻ കലാരൂപങ്ങൾ, പുതുപുത്തൻ പ്രചാരണ സങ്കേതങ്ങൾ തുടങ്ങിയവ അണിനിരത്തിയ ഘോഷയാത്രയും ഒരുക്കിയിരുന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഗോവ മുൻ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്.